കർഷകന്റെ കൃഷി നശിപ്പിച്ച സംഭവത്തിൽ ജനകീയ ജാഗ്രതാ സമിതി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കരിയക്കരിയിൽ കർഷകന്റെ കൃഷി നശിപ്പിച്ച സംഭവത്തിൽ ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ചെറുപുഴ പഞ്ചായത്തിലെ കരിയക്കരിയിൽ മുളങ്കുഴിയിൽ ജോണിയുടെ വീടിനടുത്ത് പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയ സ്ഥലത്ത് 100 മൂടിലേറെ കപ്പയും വിളവാകാറായ ചേനയും സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചതിൽ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചു. കഴിഞ്ഞയാഴ്ച വീട്ടിൽ ആരുമില്ലാത്ത ഒരു ദിനം രാത്രിയിലാണ് വീടിന് തൊട്ടടുത്ത സ്ഥലത്തെ വിളകൾ നശിപ്പിച്ചത്. കാട്ടുമൃഗങ്ങൾ വിളകൾ നശിപ്പിക്കുന്നത് സാധാരണമാണെങ്കിലും ഈ അടുത്ത കാലത്ത് നട്ട ഇലവിരിഞ്ഞ കപ്പയും മുളച്ചു പൊങ്ങിയ ചേനയുമാണ് സാമൂഹ്യവിരുദ്ധർ ഇവിടെ നശിപ്പിച്ചത്. സംഭവത്തിൽ കർഷകൻ ജോണി പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമായി ഞാനിവിടെ കപ്പയിടുന്നുണ്ട്. അത് മറ്റേ തയ്യിലെ വക്കീൽ, അതായത് ബെന്നി സെബാസ്റ്റ്യൻ്റെ വക്കീലിൻ്റെ പറമ്പാണിത്. പുള്ളിയാണ് എനിക്കിത് പാട്ടത്തിന് തന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യം 4 വർഷമായി ഞങ്ങൾ ഈ കൊല്ലം കപ്പ ഇട്ടുകൊണ്ടിരിക്കുന്നു. കപ്പയും ചേനയും അതൊക്കെ ഇട്ടിട്ടുകൊണ്ടിരിക്കുന്നു. മീൻതുള്ളി പോയി ഓട്ടോയും കൂട്ടി മീൻതുള്ളിയിൽ പോയി എടുത്തുകൊണ്ട് വന്ന് ഇട്ടിരിക്കുന്നതാണ്. 113 ജോഡ് കപ്പ മിനിഞ്ഞാന്ന് കൊണ്ട് ഇട്ടിട്ടുണ്ട്. 113 ജോഡാണ് ഇട്ടത്. ചേന പിന്നെ കുറേയെല്ലാം പോയി, കുറേയെല്ലാം തട പോയതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ വെറുതെ പോയത് കുഴിച്ചിട്ട് തട ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. കരിയക്കരിയിൽ മദ്യപന്മാരുടെയും ലഹരി ഉപയോഗിക്കുന്നവരുടെയും ശല്യം അടുത്ത കാലത്ത് വർദ്ധിച്ചതും ഇതിന് കാരണമാകാമെന്ന് ജാഗ്രതാ സമിതി അഭിപ്രായപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനാണ് നാട്ടുകാർ ചേർന്ന് ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. യോഗത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യം അധ്യക്ഷത വഹിച്ചു. ജോണി ചേട്ടൻ എന്ന് പറയുന്നത് നല്ലൊരു കർഷകനാണ്. നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നവരാണ്. ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്ന കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. പഞ്ചായത്ത് അംഗം ശ്രുതി രാജേഷ്, ഡെന്നി കാവാലം, ATV ദാമോദരൻ, ജെയിംസ് രാമത്തറ, വേണുഗോപാലൻ ചെഞ്ചേരി, CBM തോമസ്, കുട്ടിച്ചൻ തന്നടി, സജി ഒലിക്കൽ, അന്നമ്മ പടന്നമാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉണ്ടാക്കിയ ഒരു കൃഷിയിടം ഒരു രാത്രി ആരെന്നറിയില്ല, ഇതുവരെ എന്നൊരു തുമ്പ് കിട്ടിയിട്ടില്ല. ജോണിച്ചേട്ടനെ സംബന്ധിച്ച് ജോണിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ കൃഷിയും ഉപജീവന മാർഗമായി മുമ്പോട്ട് പോകുന്നല്ലാതെ എല്ലാവരോടും സ്നേഹമായി പെരുമാറുകയും അദ്ദേഹത്തിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരാളും ആയും ഒരു തരത്തിലുള്ള വ്യക്തി വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാത്ത ഒരു കർഷകൻ. പക്ഷെ അദ്ദേഹം ഉപജീവന മാർഗത്തിനായി ചെയ്ത ഒരു കൃഷി ഒരു രാത്രി നശിപ്പിച്ചു കളഞ്ഞു. പ്രത്യേകിച്ച് കപ്പ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീസൺ കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാണുമ്പോൾ ജോണിച്ചേട്ടൻ വീണ്ടും പ്രതീക്ഷയോടെ വീണ്ടും ആ കപ്പത്തോട്ടത്തിൽ ഇന്നലെ കപ്പ നട്ടിട്ടുണ്ട്. കാരണം ആ ഒരു വർഷത്തെ ആദായം അതിന്റെ യഥാർത്ഥ സമയം കഴിഞ്ഞിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം ജോണിച്ചേട്ടന്റെ വിഷയം ഞങ്ങളോടൊപ്പം ഇവിടുത്തെ പൊതുസമൂഹം ഉണ്ട് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും. എന്തെങ്കിലും പരിഹാരം ഉണ്ടായിരുന്നു. കാരണം ജോലി കപ്പയിടുമ്പോൾ വെറുതെ രഹസ്യമായി ഇടുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ വന്ന് തർക്കം ചെയ്യാൻ വേണ്ടി പാടില്ല. അന്തസ്സോടുകൂടി പറയാൻ ചരിത്രം കാണിക്കണമായിരുന്നു. അതല്ലാതെ കൃഷി ചെയ്തതിന് ശേഷം ഇമാതെ തോന്നിയാസം കാട്ടി പോകുന്നത് എന്തുകൊണ്ടും നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു അപ്പറാണ്. അത് പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും കൊടുത്തിട്ടുണ്ട്. ഇമാതിരി ഒരു പണി ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ട് എന്നും പറഞ്ഞത് അതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. അങ്ങനെയുണ്ട്. വൈകുന്നേരമാകുമ്പം അങ്ങനെ വിവരമുണ്ട്. അത് ശരിയാണെന്ന് അറിയില്ല. ഏതെങ്കിലും താമസിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇനി ഇങ്ങനെയൊരു സ്ഥിരമായിട്ടുണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഇനി മുമ്പോട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും കൂടാതെ ജോലിച്ചേർന്ന് ഇപ്പോൾ മുന്നോട്ട് ഇനി എന്ത് നടപടി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാര്യം ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇനി ഒരു കാരണവശാലും ഇവിടെ ഉണ്ടാകില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ജാഗ്രതരായി നിൽക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. അവരുടെ ഉത്തരവാദിത്തമാണ്. ഇനിയും ഈ ഇത്തരത്തിലുള്ള സംഗതി മുമ്പുണ്ടായിട്ടില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു സംഭവം നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു പ്രതികരണം ഇല്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ആര് ചെയ്തു എന്നൊന്നും നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. നേരത്തെ അങ്ങോട്ട് സൂചിപ്പിച്ച പോലെ മറ്റ് സ്വത്തുകാർക്കോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതവർ നിയമപരമായി തീർക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും അല്ലെങ്കിൽ ജോലി ചേട്ടൻ ആ കപ്പ ഇടുമ്പോൾ തന്നെ പറയണം, നിങ്ങൾ ഇത് കാരണം എനിക്ക് പറഞ്ഞ് കപ്പ ഇടാൻ പാടില്ല, ഞങ്ങൾക്ക് അവകാശപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാൻ. ഇപ്പം ഇതിൻ്റെ തലമുടമയായിട്ട് വിളിച്ച് വെച്ചപ്പോൾ
അദ്ദേഹം പൂർവ്വമായ പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചു. അതിന്റെ പറഞ്ഞില്ല, പക്ഷെ നമുക്ക് ഈ ശത്രുക്കളായി കാണാനോ അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കാനല്ല, പക്ഷെ ദ്രോഹിച്ചേണ്ട ദ്രോഹിച്ചവരെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവർ നിയമത്തിന് മുമ്പിൽ വരികയും ചെയ്യണം എന്നുള്ള. ഇത് ചെയ്യൂല എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം ഇന്ന് നമുക്ക് കാണാം, ലഹരിയുടെ അടിസ്ഥാനത്തിൽ പല പിന്നെ ആൾക്കാർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ, പിന്നെ കഞ്ചാവ്, മയക്കുമരുന്ന് ഇതെല്ലാം കഴിച്ചതിന് ശേഷം കാണിച്ചു കൂട്ടുന്ന വ്യക്തികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാധ്യമങ്ങളിലൂടെ. അപ്പം ഇത് പുറത്തു നിന്നൊരാൾ വന്ന് ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമ്മൾക്കാവില്ല. കാരണം ഇത് ഇവിടെ ഈ ഏരിയയിൽപ്പെട്ടവരോ ആരെങ്കിലും ഇദ്ദേഹത്തോടുള്ള ഒരു വൈരാഗ്യ ബുദ്ധിക്ക് ചെയ്താണ്. നമുക്കറിയില്ല. തന്നെയെങ്കിലും നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും. കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് അതിന്റെ പ്രവർത്തനം അങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമുക്കിതിനെ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെന്തായാലും നമ്മളെ കൊണ്ടാകുന്ന പോലെ ചെയ്യുക. പഞ്ചായത്ത് അംഗങ്ങളായ ലീന വില്യം, ശ്രുതി രാജേഷ് എന്നിവർ രക്ഷാധികാരികളും ഡെന്നി കാവാലൻ ചെയർമാനും ജെയിംസ് രാമത്തറ, CM തോമസ് എന്നിവർ വൈസ് ചെയർമാനും വേണുഗോപാലൻ ചഞ്ചേരി കൺവീനറും സതീശൻ KG, കുട്ടിച്ചൻ തന്നടി എന്നിവർ ജോയിന്റ് കൺവീനർമാരുമായി 17 അംഗ ജാഗ്രതാ സമിതിയാണ് രൂപീകരിച്ചത്. പ്രദേശങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പ്രദേശത്തെ പരസ്യ മദ്യപാനവും ലഹരി ഉപയോഗവും നിരീക്ഷിക്കാനും സമിതി പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.